അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഈ പുസ്തകം തുടക്കത്തിലെ ലെസണിൽ തന്നെ പാഠത്തിൽ തന്നെ ഹാദ ഹാദ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹാദനെക്കുറിച്ച് നമ്മൾക്ക് കുറച്ച് അറിയണം. ഒന്നാമതായിട്ട് ഹാദനൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ പറയുമ്പോൾ ഹാദ എന്ന് നീട്ടുന്നുണ്ട് അല്ലേ? ഹാദ അദാലുമ നീട്ടലുണ്ട്, പക്ഷെ ഹാമ നീട്ടലുണ്ടോ? ഇല്ല. അപ്പോൾ എഴുതുമ്പോൾ ഹാമൽ നീട്ടലുണ്ടാവില്ല, പക്ഷെ പറയുമ്പോൾ ഹാദ എന്ന് നീട്ടും. എഴുതുമ്പോൾ സാലിൻ്റെ മുകളിൽ നീട്ടിയതുപോലെ ഹാൻ്റെ മുകളിൽ എന്തില്ല, നീട്ടലില്ല. അപ്പോൾ അതാണ് ഒന്ന്. മറ്റൊന്ന്, ഇതിൻ്റെ അർത്ഥം അറിയണം. ഇത്, ഇദ്ദേഹം, ഇവൻ എന്നൊക്കെ പറയാനാണ് ഹാദ, പിന്നെ ഹാദൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ അറിയേണ്ടത് ഹാദൻ ഏതിലാണ് പെടുത്തിയത്? ഇസ്മിലാണോ, ഫീലിലാണോ, ഹർഫിലാണോ? അപ്പോൾ ഫീലിലല്ല, ഹർഫിലല്ല, പക്ഷെ ഹാദന ഇസ്മിലാണ് പെടുത്തിയത്. പിന്നെ ഹാദൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്നത് ഇസ്മുൽ ഇഷാര ലിൽ കരീബാണ്, അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മാണ്. അടുത്തുള്ള ഒരു വസ്തുവിനെക്കുറിച്ച് പറയാനാണ് ഹാദ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള മനുഷ്യൻ. അപ്പോൾ ഹാദ കിതാബ് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം ദൂരെയല്ല, മറിച്ച് അത് അടുത്താണ്. രണ്ടാമതായി അത് ഉപയോഗിക്കുക പുല്ലിംഗത്തിനാണ്. അറബി ഭാഷയിൽ മുസക്കർ എന്ന് പറയും, പുല്ലിംഗം. അപ്പോൾ മൂന്നാമതായി ഉപയോഗിക്കുക അത് മുഫ്രദിനാണ്, ഏകവചനം. അപ്പോൾ ഏകവചനായ ഒരു പുല്ലിംഗം അടുത്തുണ്ട്, അതിനാണ് ഹാദ ഉപയോഗിക്കുക. ആ പുല്ലിംഗം എന്താകാം? ബുദ്ധി ഉള്ളതാകാം, ബുദ്ധി ഇല്ലാത്തതാകാം. ഇപ്പോൾ അറബി ഭാഷയിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ബുദ്ധി ഇല്ലാത്തതിനെയും പുല്ലിംഗം സ്ത്രീലിംഗമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ കിതാബുൻ പുല്ലിംഗാണ്, സയ്യാറത്തുൻ കാറ് സ്ത്രീലിംഗാണ്. രണ്ടും ബുദ്ധി ഇല്ലാത്തതാണ്, പക്ഷെ ഒന്ന് പുല്ലിംഗാണ്, ഒന്ന് സ്ത്രീലിംഗാണ്. അപ്പോൾ പിന്നെ ബുദ്ധി ഇല്ലാത്തതിനും ബുദ്ധി ഉള്ളതിനും ഹാദ ഉപയോഗിക്കും, പക്ഷെ പുല്ലിംഗത്തിനെ ഉപയോഗിക്കുള്ളൂ, ഏകവചനത്തിനെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഹാദ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ്. ഇപ്പോൾ രണ്ട് പുസ്തകമാണെങ്കിൽ ഹാദ എന്നല്ല പറയാം, വേറൊരു പദമാണ് പറയാം. അപ്പോൾ ദ്വിവചനമുണ്ട്, മുസന്ന എന്ന് അറബി പറയും. കുറേ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കുറേ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വേറെ പദം ഉപയോഗിക്കുക. കുറേ പുസ്തകങ്ങൾ അവിടെ ഒരു പിന്നെ വേറൊരു വിഷയമുണ്ട്, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കാം. പിന്നെ ജമ്മുണ്ട്, ഏകവചനമുണ്ട്, ദ്വിവചനമുണ്ട്, ജമ്മുണ്ട്, ബഹുവചനമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രയാസപ്പെടേണ്ട, ബുദ്ധിമുട്ട് ആവുമെന്ന് വിചാരിക്കേണ്ട, എല്ലാം എളുപ്പമാവും ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ പഠിക്കും. അതുകൊണ്ട് ഈ പദങ്ങളും ഇതൊന്നും കേട്ടിട്ട് ഒന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രയാസമുള്ള സംഗതിയാണെന്നും നമ്മൾ ഈ ഭാഷ, അറബി ഭാഷ പഠിക്കുന്നത് പ്രയാസമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പോൾ ഹാദ ഉപയോഗിക്കുന്നത് ഒന്ന് പുല്ലിംഗത്തിന് ഉപയോഗിക്കുക, രണ്ട് അത് ഏകവചനത്തിന് ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തതെന്ന്, മബിനി എന്ന് പറയും. മബിനി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ്, മാറൂല. ഉദാഹരണമായിട്ട് മുഹമ്മദുൻ എന്താവും? ചില സമയങ്ങളിൽ മുഹമ്മദന്നാവും, ചില സമയങ്ങളിൽ മുഹമ്മദിന്നാവും. അപ്പോൾ എപ്പോഴാണ് മുഹമ്മദുന്നാകുക, എപ്പോഴാണ് മുഹമ്മദിന്നാകുക, എപ്പോഴാണ് മുഹമ്മദന്നാകുക നമ്മൾ പിന്നെ ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പോൾ ചിലപ്പോൾ ലമ്മത്താവും മുഹമ്മദുൻ, ചിലപ്പോൾ കസറത്താവും മുഹമ്മദിൻ, ചിലപ്പോൾ ഫതഹത്താവും മുഹമ്മദൻ. ഉദാഹരണം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ മുഹമ്മദുൻ എന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ മുഹമ്മദൻ എന്നാണ്. ആമന്തു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അവിടെ ആമന്തു ബി മുഹമ്മദിൻ, അവിടെ മുഹമ്മദിൻ ആണ്. അപ്പോൾ മുഹമ്മദുന്നാകാം, ദന്നാകാം, ദിന്നാകാം. പക്ഷേ ഈ ഹാസ പോലത്തെ കലിമകൾ, അങ്ങനത്തെ കുറേ കലിമകളുണ്ട്, വെറും ഹാസ അല്ല, കുറേ കലിമകളുണ്ട്, അത് മാറൂല. ഇപ്പം മുഹമ്മദുൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മത്ത് വന്നല്ലോ ഒരു കാരണം കൊണ്ട്, അത് നമ്മൾ പിന്നെ പഠിക്കും എന്തുകൊണ്ടാണ് മുഹമ്മദുൻ ആകുന്നത്. അങ്ങനെ ആകേണ്ട സ്ഥലത്ത് ഹാദ എന്താവില്ല, ഹാദൂന്നാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഴുതുമ്പോൾ ഹാദ തന്നെ എഴുതാം, പക്ഷെ മുഹമ്മദുൻ എഴുതും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മുഹമ്മദൻ ആകണം. എന്തുകൊണ്ട് മുഹമ്മദൻ ആകണം എന്നുള്ളത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. പക്ഷെ ആടെയും ഹാദ എന്താവും, ഹാദാന്നേ പറയുള്ളൂ, മാറൂല, മബിനിയാണ്. ആടെയും പിന്നെ ഫത്ത് വന്നതല്ല, മബിനിയാണ്, അത് അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ.
പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി മുഹമ്മദിനാകാം, പക്ഷെ ആടെയും ഹാദ എന്താവില്ല, ഹാസീന്നാവില്ല. പിന്നെയോ അവിടെ എഴുതുമ്പോൾ ഹാദാന്ന് തന്നെ എഴുതുള്ളൂ. ഇങ്ങനെ മാറാത്തതിനാണ് മബ്നി എന്ന് പറയുക. ഇങ്ങനെയും കുറേ കലിമകൾ അറബി ഭാഷയിലുണ്ട്. ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ മെല്ലെ മെല്ലെ പഠിക്കും. അപ്പോൾ ഹാദ എന്തൊക്കെ ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, എഴുതുമ്പോൾ നീട്ടൂല, ഹാദാൻ്റെ ദാ നീട്ടിയ പോലെ എഴുതുമ്പോൾ നീട്ടില്ല, പക്ഷെ പറയുമ്പോൾ ഹാദ. പിന്നെ ഹാദനെ ഇസ്മിലാപ്പെടുത്തിയത്. പിന്നെ എന്താണ്, അടുത്ത് ചൂണ്ടുന്ന സംഗതികൾക്ക് ഹാദ ഉപയോഗിക്കാം. ആ അടുത്ത് ചൂണ്ടുന്ന സാധനം അല്ലെങ്കിൽ മനുഷ്യൻ എന്തായിരിക്കണം, അതൊന്ന് പുല്ലിംഗമായിരിക്കണം, ഒന്ന് ഏകവചനമായിരിക്കണം. പിന്നെ അതിൻ്റെ അടയാളം ഹർക്കത്ത് എന്ന് അറബിയിൽ പറയും. അതിൻ്റെ അടയാളം മാറൂല, എപ്പോഴും ഹാദാന്നായിരിക്കും. ലമ്മത്ത് വരുന്നിടത്തും ഹാദാന്നായിരിക്കും, കസറത്ത് വരുന്നിടത്തും ഹാദാന്നായിരിക്കും, ഫതഹത്ത് വരുന്നിടത്തും ഹാദാന്നായിരിക്കും. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ലെസൺ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം 1 പോകാം. ബാറക്കല്ലാഹു ഫീക്കും.